ഹായ് ഓൾ, വെൽക്കം ടു പച്ചവെള്ളം ലേണിംഗ് ആപ്പ്. ഞാൻ നീതു ജയേഷ്. കേറ്ററ്റ് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതിലൂടെ ഒരു ക്വിക്ക് റിവിഷൻ. നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഓരോ ഓപ്ഷൻസും നമുക്ക് പറ്റാവുന്നത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. നിങ്ങൾക്കതൊരു ക്വിക്ക് റിവിഷൻ ആവും. എക്സാമിനേഷന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ദ്രവീകൃത വായുവിൻ്റെ അംശിക സ്വേദനത്തിൻ്റെ ഫലമായി ആദ്യം ലഭിക്കുന്ന ഘടകം ഏതാണ്? ഈ അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? സൊല്യൂഷൻസിൽ ലായനികൾ, ഈ ലായനികളിലെ ഓരോ ലായനി എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥമല്ല, ഒന്ന് രണ്ട് പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണ് ലായനി എന്ന് പറയുന്നത്. അപ്പം അതിലെ ലായനിയിൽ ലായനിയുടെ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡാണ് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദ്രവീകൃത വായു, ഇപ്പോൾ വായുവിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വായുവിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ. പിന്നെ വായുവിലുള്ള ഘടകം എന്ന് പറയുന്നത് ഓക്സിജൻ, അതുപോലെ തന്നെ ആർഗൺ. പിന്നെ മറ്റ് ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. അത് അന്തരീക്ഷത്തിൽ മലിനീകരണത്തിന് തോത് കൂടുന്തോറും ഇതിൻ്റെയൊക്കെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഘടകം നൈട്രജനും പിന്നെ ഓക്സിജനും ആർഗണും ഒക്കെയാണ്. അപ്പം ഇപ്പം നമ്മൾ ദ്രവീകൃത വായു, അപ്പം ലിക്വിഡ് എയർ ആണ്. ലിക്വിഡ് എയറിൽ നമ്മൾ അംശിക സ്വേദനം ചെയ്യുമ്പോൾ, അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ താപനില അനുസരിച്ച്, ഇപ്പോൾ ഓരോ പദാർത്ഥങ്ങളുടെ താപനില അനുസരിച്ച് അതിനെ ആധാരമാക്കി നമ്മൾ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ഏറ്റവും കുറവ് തിളനിലയുള്ളത് ആദ്യം ബാഷ്പീകരിച്ചു പോവും, പിന്നെ കൂടുതൽ തിളനിലയുള്ളത് അങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പം ഇവിടെ ഏറ്റവും കുറവ് തിളനിലയുള്ളത് നൈട്രജൻ ആണ്. അതായത് ദ്രവീകൃത വായുവിൻ്റെ അംശിക സ്വേദന ഫലമായിട്ട് ആദ്യം ലഭിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അത് ഓർത്തിരിക്കുക. ബാലൻസ് നമുക്ക് നോക്കാം. ദ്രവീകൃത വായുവിൻ്റെ അംശിക സ്വേദനം, അതായത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ നടത്തുമ്പോൾ വിവിധ വാതകങ്ങൾ അവയുടെ തിളനില അനുസരിച്ച്, ബോയിലിംഗ് പോയിന്റ് അനുസരിച്ച് വേർപെടുന്നു. അപ്പം വായുവിലെ പ്രധാന ഘടകങ്ങളുടെ തിളനിലയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു മൈനസ് ഉണ്ടേ, ചുമ്മാ അല്ല. നൈട്രജൻ്റെ തിളനില എന്ന് പറയുന്നത് -196°C ആണ്. ആർഗണിൻ്റേത് -186°C ആണ്. അതുപോലെ ഓക്സിജൻ്റേത് -183°C ആണ്. അപ്പോൾ ഈ മൈനസ് വരുമ്പം ഈ വാല്യൂ കൂടുന്തോറും അത് കുറവാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. അയ്യോ 196 ആണല്ലോ നൈട്രജൻ, പിന്നെ എങ്ങനെയാ ഏറ്റവും കുറവ് തിളനില വന്നതെന്ന് ഓർക്കരുത്. -196°C. അപ്പോൾ ഓരോന്നിൻ്റെ തിളനില എത്രയാ? നമ്മൾ നൈട്രജൻ്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് -196°C, ആർഗണിൻ്റേത് -186°C, ഓക്സിജൻ്റേത് -183°C ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സാധാരണയായിട്ട് ഏറ്റവും ആദ്യം നീക്കം ചെയ്യപ്പെടുന്നു. ഇത് -78°യിൽ വേർതിരിക്കാൻ പറ്റും. -78°ആണ്. ഇനി ഏറ്റവും കുറഞ്ഞ തിളനില വാതകം ആദ്യം വേർപെടുന്നു. ഇതിനാൽ ആദ്യം വേർപെടുന്നത് നൈട്രജനാണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയായ -196° നൈട്രജൻ ഉള്ളത് കൊണ്ട് നൈട്രജനാണ് ആദ്യമായിട്ട് വേർതിരിക്കാൻ പറ്റുന്ന ഘടകം. കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ ദ്രവീകൃത വായുവിൻ്റെ അംശിക സ്വേദനത്തിൻ്റെ ഫലമായിട്ട് ആദ്യം ലഭിക്കുന്ന ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒന്നും ആദ്യം പരിഗണിക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, ഈ മൂന്നാണ് വായുവിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അൺനെസസറി ആയിട്ട് വരുന്ന, കാർബൺ മോണോക്സൈഡൊക്കെ മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നൈട്രജൻ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഏതറയാണ്? നമുക്കറിയാം, ഹൃദയത്തിന് 4 അറകളാണുള്ളത്. 4 ചേമ്പേഴ്സ് ഉണ്ട്, 4 അറകളുണ്ട്. അതിൽ ഇടത്
ആട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് ആട്രിയം, വലത് വെൻട്രിക്കിൾ. ഇങ്ങനെയാണുള്ളത്. ഞാൻ ഡയഗ്രാം കാണിച്ചു തരാം. കണ്ടോ? ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. വലതുവശം, ഇത് ഇടതുവശം. കണ്ടോ? ഈ നീല നിറത്തിൽ കാണുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അതായത് അശുദ്ധ രക്തമാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഈ ചുവന്ന നിറത്തിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കണം. വലതുവശത്തുള്ളത് റൈറ്റ് ഓറിക്കിളും റൈറ്റ് വെൻട്രിക്കിളുമാണ്. റൈറ്റ് ആട്രിയോ, റൈറ്റ് വെൻട്രിക്കിളും. അതില് ഇതാണ് നമ്മുടെ ശരീരം. ശരീരത്തിൽ നിന്ന് ഈ അശുദ്ധ രക്തം പോകുന്ന വഴിയാണ്. ആ ശരീരത്തിൽ നിന്ന് അശുദ്ധ രക്തമാണ് നീല നിറത്തിൽ പോകുന്നത്. നീല നിറത്തിൽ പോകുന്നത് ഈ താഴെ കാണുന്നത് ഞാൻ പറഞ്ഞു വെൻട്രിക്കിളാണ്. ആദ്യം പോകുന്നത് വലത് വെൻട്രിക്കിളാണ്. വലത് വെൻട്രിക്കിളിൽ പോവും. അതിനുശേഷം എങ്ങോട്ട് പോവും? വലത് ആർട്ടറി അല്ല, വലത് ഓറിക്കിൾ. വലത് ഓറിക്കിളിൽ പോവും. അതിനുശേഷം ഇത് ലങ്സിലേക്ക് പോകും. ലങ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് പ്യുവർ ആക്കപ്പെടും. അതായത് ബ്ലഡിൽ ഓക്സിജൻ കലർന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. അത് തിരിച്ചു വരുന്നത് കണ്ടോ, ഇടത് ആട്രിയത്തിലാണ് ആദ്യം വരുന്നത്. ഇടത് ആട്രിയത്തിൽ വന്നിട്ട് വലത് വെൻട്രിക്കിളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവിൽ കൂടെ വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ശരീരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം ആദ്യം ചെല്ലുന്നത് വലത് വെൻട്രിക്കിൾ വഴിയാണ്. വലത് ആട്രിയം വഴിയായിട്ടാണ് ലങ്സിലേക്ക് പോകുന്നത്. ഇപ്പം ഇവിടം വരെ ഈ റൈറ്റ് ഓറിക്കിളിലും അതുപോലെ റൈറ്റ് വെൻട്രിക്കിളിലും ഉള്ളത് അശുദ്ധ രക്തമാണ്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന് ആദ്യം വരുന്നത് എങ്ങോട്ടാണ്? ലങ്സിൽ നിന്ന് ആദ്യം വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ്. അതിനുശേഷം ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് പോവും. അതിനുശേഷമാണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്വാസകോശത്തിൽ ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത്. ഓക്സിജൻ അടങ്ങിയതാണ് ഓക്സിജനേറ്റഡ് പ്യുവർ ബ്ലഡ്. അത് സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ ഏതറയാണ്? ഇടത് വെൻട്രിക്കിളാണ്. അല്ലേ? ഇടത് സൈഡിലായിരിക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് വരിക എന്ന് ഓർത്തിരിക്കുക. ശ്വാസകോശത്തിൽ ഓക്സിജൻ സ്വീകരിച്ച ശേഷം രക്തം പൾമണറി സിരകൾ വഴി ഹൃദയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ഈ ഓക്സിജൻ സമ്പുഷ്ട രക്തം, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം പ്രവേശിക്കുന്നത് ഇടത് ആട്രിയത്തിലാണ്. ഇനി ഹൃദയത്തിന്റെ രക്തപ്രവാഹം എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ നിന്ന് പൾമണറി സിരകൾ വഴി ഇടത് ആട്രിയം, ഇടത് വെൻട്രിക്കിൾ, പിന്നെ അയോട്ട എന്ന് പറയുന്നതാണ് മെയിൻ വാൽവ്. ഈ അയോട്ട എന്ന് പറയുന്ന മെയിൻ വാൽവിൽ നിന്നാണ് ശരീരത്തിലേക്ക് ബ്ലഡ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇടത് ആട്രിയമാണ്. ഒന്നുകൂടെ പറയാം, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൽ നിന്ന് നമുക്ക് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് വലത് വെൻട്രിക്കിൾ വഴി വലത് ആട്രിയത്തിൽ ചെന്ന് അത് ലങ്സിലേക്ക് പോകുന്നു. ഇനി ഈ ലങ്സിൽ നിന്ന് കണ്ടോ, ഇടത് വെൻട്രിക്കിളിലേക്ക് വന്ന് ഇടത് ആട്രിയത്തിൽ വന്നിട്ട് ഈ മെയിൻ വാൽവ്, ഇതിനെയാണ് അയോട്ട എന്ന് പറയുക. അയോട്ട എന്ന് പറയുന്ന മെയിൻ വാൽവ് വഴിയായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് തിരിച്ചു വരുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത്. കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, പൂവിടുന്ന ചെടികളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കലകളാണ് ടിഷ്യൂസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എല്ലാ പ്രാവശ്യം. പൂവിടുന്ന സമയത്ത് ഫ്ലവറിങ് ചെയ്യുമ്പോൾ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുന്ന കലകളാണ് കോട്ടിലിഡൻ, എപ്പിക്കോട്ടൽ, എൻഡോസ്പെം, പെരികാർപ്പ്. ഇതെല്ലാം നമ്മുടെ ചെടികളിലെ ഓരോ ഭാഗങ്ങളാണ്. ഓരോന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. പൂവിടുന്ന സസ്യങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. അപ്പൊ പൂവിടുന്ന സസ്യങ്ങളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം നൽകുകയും ചെയ്യുന്ന കലയാണ് എൻഡോസ്പേം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എൻഡോസ്പേം എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യം, അത്രയും കാര്യം പഠിക്കണം. പൂവിടുന്ന സസ്യങ്ങളിൽ ആൻജിയോസ്പേംസിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം കൊടുക്കുകയും ചെയ്യുന്ന കലയാണ് എൻഡോസ്പേം. ഇനി ഈ എൻഡോസ്പേം എന്ന് പറയുന്നത്
ഭ്രൂണത്തിന് ആവശ്യമായ ആഹാരം സംഭരിക്കുകയും ഈ ഭ്രൂണം വളർച്ചയ്ക്കിടയിൽ പോഷണം നൽകുകയും ചെയ്യുന്നു. അതാണ് എൻഡോസ്പേം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതിന്റെ ബാക്കി ഓപ്ഷൻസ് ആണ്. കോട്ടിലിഡൻ എന്ന് പറഞ്ഞു. അപ്പൊ ഭ്രൂണത്തിലെ വിത്തിലെ ചില സസ്യങ്ങൾ ഭക്ഷണം സംഭരിച്ചു വെക്കും. ആഹാരം സംഭരിക്കുന്ന ഭാഗമാണ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ആഹാരം സംഭരിക്കുകയും പോഷണം കൊടുക്കുകയും ചെയ്യുന്നതാണ് എൻഡോസ്പേം. ഇനി എപ്പികോട്ടൽ എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തിലെ മുകളിലെ ഭാഗം പിന്നീട് തണ്ടായിട്ട് വികസിക്കുന്നു. അതിനെയാണ് ആദ്യം ഭ്രൂണം ഉണ്ടാകും. നമ്മളിങ്ങനെ വിത്തുകളൊക്കെ മുളച്ചു വരുമ്പോൾ ഇനി മുളച്ചു വരുന്ന ഭാഗമില്ലേ, ആദ്യം മുകളിലത്തെ ഭാഗം പിന്നീട് അതെന്തായിട്ട് മാറും, തണ്ടായിട്ട് വികസിക്കുന്നു. അതിനെയാണ് എപ്പികോട്ടൽ എന്ന് പറയാം. ഇനി പെരികാർപ്പാണ് അടുത്ത. അതായത് നമ്മുടെ പഴങ്ങളൊക്കെ ഇല്ലേ, ആ പഴത്തിന്റെ ഏറ്റവും പുറം ഭാഗം, അതായത് ഓവറി വോളിൽ നിന്ന് രൂപം കൊള്ളുന്ന പഴത്തിന്റെ പുറം ഭാഗത്തിനെയാണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയാം. പെരികാർപ്പ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? പൂവിടുന്ന ചെടികളിൽ, അതായത് ആൻജിയോസ്പെർമ്സിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കലകളാണ് എൻഡോസ്പേം. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കോശങ്ങളിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതായത് സജീവ ഗതാഗതത്തിന് ഊർജം നൽകുന്ന തന്മാത്ര ഏതാണ്? അപ്പം നമ്മുടെ കോശങ്ങളിലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഇത് കണ്ടോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില കേസിൽ ഇംഗ്ലീഷ് വേർഡ്സ് അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് എഴുതി കാണാറുണ്ട്. അപ്പൊ സജീവ ഗതാഗതത്തിന് ഊർജം നൽകുന്ന തന്മാത്ര ഏതാണ്? ATP, DNA, ഗ്ലൂക്കോസ്, RNA. 3 കാര്യം തന്നിട്ടുണ്ട്. അതായത് കോശങ്ങളിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നത് സാന്ദ്രതാ വ്യത്യാസത്തിന്, അതായത് എപ്പോഴും ട്രാൻസ്പോർട്ട് നടക്കുന്നത് ലോ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തു നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തേക്കാണ്. ലോ ടു ഹൈ കോൺസെൻട്രേഷൻ. അങ്ങനെയായിരിക്കും ദ്രാവകങ്ങളിൽ പോകുന്നത്. കടത്തിവിടുന്നതിന് പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തു നിന്ന് അല്ലെങ്കിൽ സാന്ദ്രത കുറവുള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തേക്കുള്ള ദ്രാവകങ്ങളുടെ പോക്കിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്നതിന് എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. അപ്പൊ ഈ ഊർജം നൽകുന്ന തന്മാത്രയാണ് ATP. ATPയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഇത് ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണ്? ATP ആണ്. കോശങ്ങളിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സജീവ ഗതാഗതത്തിന് ഊർജം നൽകുന്ന തന്മാത്രയാണ് ATP. ഇനി നോക്കാം മറ്റു ഓപ്ഷനുകൾ. DNA എന്താണ്? ജനിതക വിവരങ്ങൾ സംഭരിക്കുന്ന ആളുകളാണ് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എന്താണ്? ഗ്ലൂക്കോസ് ഒരു ഊർജ്ജ സ്രോതസ്സാണ്. പക്ഷെ നേരിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഊർജ്ജ സ്രോതസ് ഗ്ലൂക്കോസ് ആണ്. നമ്മളിപ്പം ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ സസ്യങ്ങൾക്ക് നേരിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ഗ്ലൂക്കോസിനെ ATP ആക്കി മാറ്റും. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആക്കി മാറ്റിയതിന് ശേഷമാണ് സസ്യങ്ങൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്നത്. ഇനി RNAയുടെ ഫുൾ ഫോം എന്നാ? റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവിടെ പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? RNA ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കോശത്തിന്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നത് സാന്ദ്രതാ വ്യത്യാസത്തിന് വിരുദ്ധമായിട്ട് ലോ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് ദ്രവങ്ങൾ കടത്തിവിടുന്നതിനുള്ള പ്രക്രിയനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അതിന് ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജം നൽകുന്ന തന്മാത്രയാണ് ATP അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതായത് ATP വിഘടിക്കുമ്പോൾ ADP പ്ലസ് ഊർജം പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ഊർജം ഉപയോഗിച്ചാണ് കോശങ്ങൾ സജീവ ഗതാഗതം നടത്തുന്നത്. ഇനി DNA എന്ന് പറയുന്നത് ജനിതക വിവരങ്ങൾ സംഭരിക്കുന്ന DNAയുടെ ഫുൾ ഫോം ആണ് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ദെൻ ഗ്ലൂക്കോസ് ഊർജ്ജ സ്രോതസ്സാണ്, പക്ഷെ നേരിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കില്ല. പിന്നെ RNA ആണ്, പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ATP ആണ്. Then, which of the following is a characteristic of scientific attitude? നമ്മൾ ക്ലാസ്സിൽ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമതായിട്ട് ഓപ്ഷൻ ഓപ്പൺ മൈൻഡഡ്നെസ്, ഓവർ കോൺഫിഡൻസ്, റിജിഡ് തിങ്കിങ്, സബ്ജക്റ്റീവ് ഒപ്പീനിയൻ. നമ്മൾ എന്തെങ്കിലും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിനെ പറ്റി ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും.
ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. ഞാൻ വളരെ ചുരുക്കി ഒന്ന് ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിലുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളോ പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങളോ ഒക്കെ ചുമ്മാ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കത്തില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വസിച്ച് വിത്ത് എവിഡൻസ്, വിത്ത് സയൻറ്റിഫിക് ബേസിൽ നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ നേരെ വിരോധാഭാസമുള്ള ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അത് നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിനെയാണ് ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി വേണം, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി. അപ്പോൾ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൽ ഒരെണ്ണം പറഞ്ഞിരുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. ഇനി വരാവുന്നത് ഒബ്ജക്റ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്യൂരിയോസിറ്റി. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൽ ഇല്ലാത്ത, ക്വാളിറ്റീസിൽ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്? ഇൻക്ലൂഡ് ക്വാളിറ്റീസ് സച്ചസ് ഓപ്പൺ മൈൻഡഡ്നെസ്, ഒബ്ജക്റ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്യൂരിയോസിറ്റി. ഇനി വില്ലിംഗ്നെസ് ടു ചേഞ്ച് വ്യൂസ് ബേസ്ഡ് ഓൺ എവിഡൻസ് എമംഗ് ഗിവൺ ഓപ്ഷൻസ്. അപ്പം എന്താണ് ഈ ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് പറഞ്ഞാൽ? വില്ലിംഗ്നെസ് ടു ചേഞ്ച് വ്യൂസ്. നമുക്ക് വ്യൂസ് ചേഞ്ച് ചെയ്യാനുള്ള വില്ലിംഗ്നെസ് എവിഡൻസിന്റെ ബേസിൽ, ചുമ്മാ അല്ല. ഇനി ബാക്കിയുള്ളത് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. സയന്റിസ്റ്റ് ആർ വില്ലിംഗ് ടു കൺസിഡർ ന്യൂ എവിഡൻസ് ആൻഡ് റിവൈസ് കൺക്ലൂഷൻസ്. നമ്മളെടുത്ത കൺക്ലൂഷനിലൊക്കെ വ്യത്യസ്തമായിട്ട് എവിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ. ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൽ പെടുന്നതല്ല. റിജിഡ് തിങ്കിങ്ങും സയൻറ്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെക്സിബിളും എവിഡൻസ് ബേസ്ഡുമാണ്. അതുപോലെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻ, സയൻസ് റിലൈസ് ടു ഒബ്ജക്റ്റിവിറ്റി നോട്ട് പേഴ്സണൽ ബയാസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. നെക്സ്റ്റ്, നോളജ് ഈസ് ബിൽറ്റ് ഫ്രം സ്പെഷ്യൽ ഒബ്സർവേഷൻസ് ടു ഫോം ജനറൽ തിയറീസ് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ട്രൂ ടു ദിസ് സ്റ്റേറ്റ്മെന്റ് എന്ന്. അതായത് നോളജ് എപ്പോഴും ബിൽഡ് ചെയ്യുന്നത് സ്പെഷ്യൽ ഒബ്സർവേഷൻസിൽ നിന്നാണ്. ഒരു ജനറൽ ടു ഫോം ജനറൽ തിയറീസ്, ജനറൽ തിയറീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒബ്സർവേഷൻസ് വേണം. ഇതിലേതാണ് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്? ഈ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ട്രൂ ടു ദിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പം നോളജ് ഈസ് ബിൽറ്റ് ഫ്രം സ്പെഷ്യൽ ഒബ്സർവേഷൻ ഫ്രം ജനറൽ തിയറീസ് എന്നാണ്. അപ്പം നോക്കിക്കേ, ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിഡക്റ്റീവ് തിങ്കിങ്, ഇൻഡക്റ്റീവ് തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ്. നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോളജ് ബിൽറ്റ് ഫ്രം സ്പെഷ്യൽ ഒബ്സർവേഷൻ ടു ജനറൽ തിയറീസ്. It describes the reasoning moves from specific to general conclusion. നമ്മൾ പഠിച്ചിട്ടില്ലേ? specific to general conclusion ആണ്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ലോജിക്കലി, അതാണ് ക്രിട്ടിക്കൽ. ഇനി ഡിഡക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക് ആണ്. ഡിഡക്റ്റീവ് എന്താണ്? ജനറൽ ടു സ്പെസിഫിക്. ഇത് മാറിപ്പോവരുത്. ഇൻഡക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് തിങ്കിങ്. ഡിഡക്റ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക്. ഈ ടേം ഓർത്തിരിക്കണം. ജനറലിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കൺക്ലൂഷനിൽ എത്തുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ലോസും തിയറീസും ഉണ്ടാക്കുന്നതിനെയാണ് ഇൻഡക്റ്റീവ് തിയറീസ് എന്ന് പറയാം. റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്താണ്? കെയർഫുൾ കൺസിഡറേഷൻ ഓഫ് ബിലീഫ്സ് ഓർ എക്സ്പീരിയൻസസ് ആണ്. നമ്മുടെ ഓൺ എക്സ്പീരിയൻസസും ബിലീഫ്സിനെയും കെയർഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയാം. അപ്പം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് റെഫേഴ്സ് ടു ഫോമിങ് ജനറൽ തിയറീസ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ. സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ തിയറി ഉണ്ടാക്കി എടുത്തു എന്നാണ്. അപ്പം നമുക്ക് എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇൻഡക്റ്റീവ് തിങ്കിങ്. ഈ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. ജനറൽ ടു സ്പെസിഫിക് ആണെങ്കിൽ ജനറൽ പ്രിൻസിപ്പിളിൽ നിന്ന് സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തുന്നതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് എന്ന് പറയുക. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ ലോസും തിയറീസിലും എത്തുന്നതാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നോളജ് ഈസ് ബിൽറ്റ് ഫ്രം സ്പെഷ്യൽ ഒബ്സർവേഷൻസ് ടു ഫോം ജനറൽ തിയറീസ്. അപ്പോൾ സ്പെസിഫിക് ടു ജനറൽ, കണ്ടോ ഇവിടെ തന്നെയുണ്ട്, സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് തിങ്കിങ് ആണ്. ഇൻഡക്റ്റീവ് തിങ്കിങ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോട്ടിയലേബ് ഹാബർലാൻഡ് എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നോക്കിക്കോ. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, നാച്ചുറൽ ഫാമിംഗ്, പ്രകൃതി കൃഷി, ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി, ടിഷ്യൂ കൾച്ചർ. ഇതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഗോട്ടിയലേബ് ഹാബർലാൻഡ് എന്ന് പറയുന്ന ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അതുപോലെ
സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം 1902 പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന ആശയം മുമ്പോട്ട് വെച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്ന്, ഫാദർ ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്ന ആളാണ്, പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഗോട്ട്ലീബ് ഹാബർലാൻഡ്. ഓർത്തിരിക്കണം, ടിഷ്യൂ കൾച്ചറിന്റെ പിതാവാണ്. അപ്പം ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് നോർമൻ ബോർലോഗ്. അപ്പൊ ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ആളാണ് നോർമാൻ ബോർലോഗ്. നാച്ചുറൽ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് മസനാബു ഫുക്കോക്കയാണ് നാച്ചുറൽ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഓർഗാനിക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് സർ ആൽബർട്ട് ഹവാർഡ്. ദെൻ ടിഷ്യൂ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഗോട്ട്ലീബ് ഹാമർലാൻഡ്. അപ്പൊ ഈ മറ്റു ഗ്രീൻ റെവല്യൂഷനും നാച്ചുറൽ ഫാമിങ്ങും ഓർഗാനിക് ഫാമിങ്ങും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു പ്രാവശ്യം ടിഷ്യൂ കൾച്ചറിന്റെ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഗ്രീൻ റെവല്യൂഷന്റെ ആകാം, നോർമൻ ബോർലോഗ്. നാച്ചുറൽ ഫാമിംഗ് ആണെങ്കിൽ മസനോബു ഫുക്കോക്ക. ദെൻ ഓർഗാനിക് ഫാമിംഗ് സർ ആൽബർട്ട് ഹവാർഡ്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ഗോട്ട്ലീബ് ഹാബർലാൻഡ്. അപ്പം നോക്കിക്കേ, ചിലപ്പോൾ പേര് തന്നിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പം അല്ലാതെ ഇപ്പം ടിഷ്യൂ കൾച്ചറിന്റെ പിതാവാര്, ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാര്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവരുടെ എല്ലാം പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് താപനിലയിലാണ് സെൽഷ്യസിലെ താപനിലയും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -40 ഡിഗ്രി സെൽഷ്യസ്, 273 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒക്കെ തമ്മിൽ എന്താ ബന്ധം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, F = 9/5C + 32. ഇതാണ് ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യം. അപ്പോൾ F എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലിലുള്ള താപനിലയും C എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലിലുള്ള താപനിലയുമാണ്. ഇവിടെ നമ്മൾ F = C, അതായത് ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തുല്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം C = 9 ഇത് ഈ എഫിന് പകരം നമ്മൾ C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 9/5C + 32 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ സിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ C മൈനസ് ഇത് = ചിഹ്നത്തിന് ഇപ്പുറം വരുമ്പോൾ എന്താവും, മൈനസ് സൈൻ വരും. അപ്പൊ 9/5C = 32. ഇനി 1Cയിൽ നിന്ന് 9/5C നമ്മൾ കുറയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4/5C = 32. ഇനി നമുക്ക് വേണ്ടത് C ആണ്. വാല്യൂ C എന്ന് പറയുന്നത് ഇതിന് നമ്മൾ 32 ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -5/4 എന്ന് വരും. -5/4. ദെൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 8 വരും. അപ്പം -5 × 8 എന്ന് പറയുന്നത് -40 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ -40 ഡിഗ്രി സെൽഷ്യസ്. കാര്യം പിടിയിട്ടില്ല, ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് F = 9/5C + 32. ഇവിടെ F നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തുല്യമായതുകൊണ്ട് F = C എന്ന് പറയുന്നുണ്ട്. C = 9/5C + 32. ഇവിടെ നമ്മൾ ഈ എഫിന് പകരം എന്ത് കൊടുത്തു, C എന്ന് കൊടുത്തു. അപ്പം നമ്മൾ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് =നെ ഇപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമ്മൾ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആയിട്ട് മാറി. -4/5C C = ഇതിനെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കും. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ -40 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, -40 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യതാപം ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? അപ്പൊ സൂര്യതാപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? 1 ചാലനം, വികിരണം, സംവഹനം, ബാഷ്പീകരണം. 4 പ്രക്രിയ തന്നിട്ടുണ്ട്. അതിൽ പ്രോസസ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് വികിരണമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ. സൂര്യതാപം ഭൂമിയിലേക്ക് കൈമാറ്റപ്പെടുന്ന രീതി. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയണതെന്ന് പറയാം. സൂര്യതാപം ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സൂര്യനും ഭൂമിയും തമ്മിൽ വാക്വമാണ്. വാക്വത്തിലൂടെ സൂര്യനും ഭൂമിയുടെ ഇടയ്ക്ക് വാക്വമാണുള്ളത്, വായു ഒന്നുമില്ല. അതുകൊണ്ട് കണ്ടക്ഷൻ പോസിബിൾ അല്ല, സംവഹനവും നടക്കില്ല. ഇനി എന്താണ് ഈ സംവഹനം, ചാലനം എന്നൊക്കെ പറഞ്ഞാൽ? ചാലനം എന്ന് പറയുന്നത് വസ്തുക്കൾ നേരിട്ട് സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സൈഡിൽ നിന്നും വേറൊരു സൈഡിലേക്ക് എനർജി ഫ്ലോ ഉണ്ടാകുന്നതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുക. സംവഹനം എന്ന് പറഞ്ഞാൽ ദ്രാവകം അല്ലെങ്കിൽ വാതകത്തിന്റെ ചലനത്തിലൂടെ വരുന്നതാണ് സംവഹനം.
അതുപോലെ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ദ്രാവകം വാതകമാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. പക്ഷെ വികിരണം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ആണ്. അപ്പം റേഡിയേഷൻ മാത്രമാണ് ശൂന്യതയിലൂടെ സാധ്യമാവുകയുള്ളൂ. അപ്പം സൂര്യനും ഭൂമിക്കും ഇടയിൽ മീഡിയം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വികിരണങ്ങളായിട്ടാണ്, റേഡിയേഷൻ ആയിട്ടാണ് ഭൂമിയിലേക്ക് പ്രകാശ തരംഗങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആൻസർ വികിരണം എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തലച്ചോറിലെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് സെറിബ്രം, ഹൈപ്പോതലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഞാൻ പറഞ്ഞിരുന്നില്ല, നമ്മൾ സിലബസിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ബോഡി ഓർഗൻസിനെ പറ്റി, ബ്രെയിൻ, ഹാർട്ട്, ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ തലച്ചോറിലെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? തലച്ചോറിലെ ഏത് ഭാഗമാണ് വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? ശരീരത്തിലെ ഹോമിയോസ്റ്റാറ്റിസ്, അതായത് നമ്മുടെ താപനില നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. മിക്കവാറും PSC പരീക്ഷയ്ക്ക് ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പം നമ്മുടെ ഹോമിയോസ്റ്റാറ്റിസ് അല്ലെങ്കിൽ താപനില, വിശപ്പ്, ദാഹം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അതിന് പ്രധാന ധർമ്മം ശരീരത്തിലെ താപനില നിയന്ത്രണം, വിശപ്പ്, ദാഹം, ഹോർമോൺ നിയന്ത്രണത്തിൽ പങ്ക്, അതുപോലെ വികാരങ്ങൾക്കും എൻഡോക്രൈൻ സിസ്റ്റങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി സെറിബ്രം എന്താ ചെയ്യുക? സെറിബ്രം ചിന്ത, ഓർമ്മ, ബുദ്ധി ഇവയുടെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആണ്. ഇതെല്ലാം തലച്ചോറിന്റെ ഭാഗങ്ങളാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നുള്ളത് തലച്ചോറിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ്. അപ്പം ഇതിൽ സെറിബ്രം ചെയ്യുന്ന ഫംഗ്ഷൻ ചിന്ത, ഓർമ്മ, ബുദ്ധി. മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണെങ്കിൽ ശ്വാസം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? ശരീര താപനില, വിശപ്പ്, ദാഹം, ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്നത്, എൻഡോക്രൈൻ സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? ഹൈപ്പോതലാമസ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ, തലച്ചോറിലെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? ആൻസർ ഹൈപ്പോതലാമസ്. അടുത്തത്, ബാരോമീറ്റർ റീഡിങ്ങിൽ പെട്ടെന്നുള്ള താഴ്ചയെ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ എന്തിനാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബാരോമീറ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റീഡിങ്ങിൽ പെട്ടെന്ന് ഉള്ള താഴ്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വായുവിന്റെ മർദ്ദം പെട്ടെന്ന് കുറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലോ പ്രഷർ ഏരിയ വരുമ്പോൾ എന്താ പ്രശ്നം? ശക്തമായ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് എന്നിവയുടെ സാധ്യതയുണ്ട്. അപ്പൊ ഈ ബാരോമീറ്റർ കണ്ടിട്ടാണ് കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, ഭയങ്കര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ തെളിഞ്ഞ കാലാവസ്ഥ, നല്ല വെയിലൊക്കെ ആയിരിക്കും, വേറെ മഴയും മേഘങ്ങളും ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ബാരോമീറ്ററിൽ ഉയർന്ന മർദ്ദമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുങ്കാറ്റിന് സാധ്യത. പെട്ടെന്ന് താഴ്ചയാണെങ്കിൽ ഉയർന്നു കഴിഞ്ഞാൽ നോർമൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. മറ്റേ റീഡിങ്ങിൽ, ബാരോമീറ്റർ റീഡിങ്ങിൽ പെട്ടെന്ന് താഴ്ന്നു കഴിഞ്ഞാൽ അത് കൊടുങ്കാറ്റിന് സാധ്യത എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കൃത്രിമ ഉപഗ്രഹത്തിനെ അതിൻ്റെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഒരു നിശ്ചിത ബിന്ദുവിലായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഈ ഉപഗ്രഹം ശൂന്യാകാശത്തിൽ നിശ്ചലമാണ്, ഭൂമിയെ 1 വർഷം കൊണ്ട് ചുറ്റുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 12 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കൃത്രിമ ഉപഗ്രഹം, നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് അതിന്റെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഒരു നിശ്ചിത ബിന്ദുവിലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു കൃത്രിമ ഉപഗ്രഹം അല്ലെങ്കിൽ ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ ഒരു നിശ്ചിത ബിന്ദുവിൽ സ്ഥിരമായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണദിശയിലേക്ക് തന്നെ ഭ്രമണം ചെയ്യുന്നു. അതുകൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണകാലത്തോട് തുല്യമായ സമയക്രമമാണ് ഭ്രമണകാലം. അതായത് 24 മണിക്കൂർ കൊണ്ട് ഭൂമിയെ 1 പ്രാവശ്യം ചുറ്റുന്നു. എന്നാൽ ഭൂമിയിലെ ഒരു നിരീക്ഷകനെ സംബന്ധിച്ച് ഒരു ആകാശത്തിലെ ഒരു സ്ഥാനത്ത് സ്ഥിരമായിട്ട് കാണുക, നമ്മുടെ ഒപ്പമാണ് അത് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കാത്തത്. അപ്പൊ അത് സ്ഥിരമായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 24 മണിക്കൂർ കൊണ്ട് തന്നെയാണ് പൂർത്തിയാക്കുന്നത്. ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ പൂർത്തിയാക്കുന്നു. കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണകാലത്തോട് തുല്യമായ സമയമാണ് ഈ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ ഇരിക്കുന്ന കൃത്രിമ ഉപഗ്രഹത്തിനുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു എന്നുള്ള ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രഷർ കുക്കർ ആഹാരം വേഗത്തിൽ പാകം ചെയ്യുന്നത് ജലത്തിലെ താപനില സാധാരണ തിളനിലയേക്കാൾ വർദ്ധിക്കുന്നു. എല്ലാ താപവും ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നതിനാൽ താപം കടന്നു പോകുന്നത് നിയന്ത്രിക്കുന്നതിനാൽ ജലത്തിന്റെ തിളനില കുറയുന്നതിനാൽ. ഏതാണ്? ഒരു പ്രഷർ കുക്കർ ആഹാരം വേഗം പാകം ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലെ പ്രഷർ ഉയരുന്നത് കൊണ്ടാണ്. പ്രഷർ കൂടുതൽ, അതുകൊണ്ടാണ് അതിൻ്റെ പേര് പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. സാധാരണ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം പ്രഷർ കുക്കറിലാവുമ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടിയ തിളനില വരും. കാരണം അതിൽ പ്രഷർ കൂടുതലാണ്. മനസ്സിലായോ? മർദ്ദവും താപനിലയും തമ്മിൽ ബന്ധമുണ്ട്. മർദ്ദം കൂടുമ്പോൾ താപനില കൂടും. അപ്പോൾ ഉയർന്ന താപനിലയിൽ വേഗം ആഹാരം പാകം ചെയ്യാൻ പറ്റും. പാചക സമയം കുറയും. ജലത്തിന്റെ താപനില സാധാരണ തിളനിലയിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ താപനില, ഏറ്റവും കൂടിയ താപനില. അതിനേക്കാളും കൂടുതലായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ വരിക? ജലത്തിന്റെ താപനില സാധാരണ തിളനിലയേക്കാൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാര്യം പിടികിട്ടിയില്ലേ എന്തുകൊണ്ടാണെന്ന്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറേ അധികം ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നീതു ജയേഷ് സൈനിങ് ഓഫ് ഫ്രം പച്ചവെള്ളം. താങ്ക് യു.